ഇതെന്തുവാ അത്? ഇതെന്തുവാ? എന്റെ പൊന്നേ റാഷ് ബ്രോ ഞെട്ട റെഡിയാക്കോ. ഇതെന്തുവാ അത്? എന്റെ പൊന്നേ ഇതെന്തുവാ ഇത്? Okay, so welcome everyone to the future. You are now in 2071 in Hamid Barrage Space Center. My name is Alia. I'm the Space Shuttle Launching Supervisor. തുറന്നു. എന്റെ പൊന്നേ ഓക്കെ. അയ്യോ ഞാനങ്ങ് എയറിൽ സ്പേസിൽ. സോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഈ ഒരു മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഓരോ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഒരുപാടായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഈ ഒരു ഇതിനുള്ളിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മൾ കേരളത്തിൽ വേറെ എല്ലാം ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടെ, ഇതുവരെ നോക്കിയപ്പോൾ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഒരുപാട് അടിപൊളി കാഴ്ചകളും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിൻ്റെ ഉള്ളത്തെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മറക്കാതെ നിങ്ങൾ കാണാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഗൈസ് ഇതൊക്കെ എൻ്റെ പൊന്നെ ഫസ്റ്റ് വ്ളോഗർ കാസ്ട്രോ ആയിരിക്കും. അതറിഞ്ഞൂടാ, കേരളത്തിൽ ഇതുവരെ ആരും കണ്ടിട്ടില്ല, ഇതുവരെ ഇട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറാം. നമ്മൾ കറക്റ്റ് ടൈമിലാണ്, ദുബായ് വന്ന കറക്റ്റ് ടൈമിംഗ് ആണ്. അപ്പോൾ നമ്മൾ വന്ന ടൈമിൽ തന്നെ ഫസ്റ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ ഒരാഴ്ച ഡിലേ ഉണ്ടായിരുന്നു. എന്താ ഒരാഴ്ച ഡിലേ ഉണ്ടായിരുന്നു. നമുക്ക് ഒരാഴ്ചക്ക് ശേഷം സ്ലോട്ട് കിട്ടിയത്. അപ്പോൾ ഇന്നാണ് ആ ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ ഹായ് സത്താൻ, ഹായ് എയർ ബ്രോ. ഹായ് സത്താൻ എയർ. സോ നമ്മൾ അതിനുള്ളിലോട്ട് കയറാണ്. അപ്പോൾ ഇനി അതിലത്തെ കാഴ്ചകളും ബാക്കി കാര്യങ്ങളെല്ലാം വഴി കാണിക്കാം. ഓക്കെ, ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഷോറൂമിന് ഇതൊക്കെ ഷോറൂമല്ല, ഇത് കാർ പാർക്കിംഗ് ആണ്. ഒരു കാർ ഷോറൂം പോലെയാണ് ഈ സംഭവം. നമുക്ക് ഇവിടെ വേറെ വണ്ടി കാണിച്ചു തരാം. അതൊക്കെ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. വേറെ ലെവൽ ഒരു നാട്ടിലൊക്കെ ഒരു കാർ ഷോറൂമിൻ്റെ ഫീലാണ് ഇതിലത്തെ കാർ പാർക്കിംഗ് തന്നെ. അപ്പോൾ ഇനി നമ്മൾ വണ്ടി ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സംഭവം. കാരണം വന്ന ടൈമാണ്, ആ ഒരു ഹൈപ്പിൽ നിൽക്കുകയാണ്. ആ ടൈമിൽ നമുക്ക് കിട്ടി, കറക്റ്റ് ടൈമിങ്ങിൽ നമുക്ക് കിട്ടി. ഇവിടെ ഒരു ബെൻസിൻ്റെ ഒരു ഓപ്പൺ ഡോർ ആയിട്ടുള്ള വണ്ടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഏത് മോഡൽ എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് അതിന് അത്ര വലിയ കാർ പ്രാന്തെന്ന് പറഞ്ഞൊരു മോഡൽ വെച്ചിട്ട് നമുക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണാം. ഓക്കെ, സോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സാധനത്തിനുള്ളിൽ. അപ്പോൾ അവിടെ പോയിട്ട് റാഷ് ബ്രോ അവിടെ ഇതിൻ്റെ ഉള്ളിൽ സംഭവങ്ങൾ എന്താ പറയുക, ഉള്ളിലത്തെ എന്താ പറയുക ടിക്കറ്റ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ മുകളിൽ ഫുള്ള് ആ ഒരു അറബിക് ലെക്ചേഴ്സും അതിന് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ക്യൂ ഉണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക ഡോക്യു ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഫസ്റ്റ് ഇംപ്രഷൻ? ഇത് ഉണ്ടാക്കി വെച്ചേക്കണം. എൻ്റെ വെളിയിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ഇന്റീരിയർ ആണ് ഇതിനകത്തൊന്നും. ഇത് എന്തോ അതുപോലെ ലൈറ്റിംഗ് നോക്കണം ഈ സാധനം. ഇതെല്ലാം എന്തോ മറ്റേ എന്തോ റൈറ്റിംഗ്സ് അല്ലേ? റൈറ്റിംഗ്സ്, അറബിക് റൈറ്റിംഗ്സ്, ഇസ്ലാമിക് എന്തോ അറബിക് ലൈറ്റിംഗ്സ് ആണ്. ലൈറ്റിംഗ്സ് പക്ഷേ ആ ലൈറ്റിങ്ങിന് അടിപൊളിയാണല്ലേ. സോ ഫസ്റ്റ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കയ്യിലൊരു ബാൻഡ് പോലെ ഇങ്ങനെ കെട്ടി തരും. ഇതിനുള്ളിലാണ് സാധനം. ഇങ്ങനെ ഒരു പെട്ടി വരും. ആ പെട്ടിയുടെ ഉള്ളിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ബാൻഡ് ഉണ്ട്. ഈ ബാൻഡ് നമ്മൾ കയ്യിൽ കെട്ടണം. നമ്മൾ വണ്ടർലാൻഡ് വീഗലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ ഇതേപോലെ ഇങ്ങനെ ഒരു സാധനം കിട്ടില്ല. അതേപോലത്തെ സാധനം, ഇത് ക്വാളിറ്റിയുള്ള സാധനം, അത്യാവശ്യം നല്ല വിലയുള്ള അത്യാവശ്യം ക്വാളിറ്റി സാധനമാണ്. സോ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ലേറ്റ്. സോ എല്ലാവരും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയുക ഉള്ളിനുള്ളിൽ പോകാൻ പോകുന്നതാണ്. ഈ ഒരു തിരക്കുണ്ട്, ഈ ഒരു ക്യൂ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ പോയി നിന്നിട്ട് നമുക്ക് ഈ സാധനത്തിൽ കയറാം. ഓക്കെ, സോ ഗൈസ് ഇവിടെ നമ്മുടെ ലിഫ്റ്റ് ഇത് വന്നപ്പോഴേക്കും വേറൊരു സാധനം അവിടെ നോക്ക്. എയറിൽ നിൽക്കുന്നത്
പക്ക എയറില്ല, വേറെ കയറും കാര്യങ്ങളൊന്നും ഇല്ല, ഫുള്ള് എയറിലായിട്ടാണ് സാധനം നിൽക്കുന്നത്. ഇത് സാമ്പിൾ, ഇത് കാണാൻ പോകുന്നുള്ളൂ എന്നാണ് ഒരു വിശ്വാസം. ഇത് വെറും സാമ്പിൾ. നമ്മൾ ഇവിടെ എപ്പോഴും ക്യൂ നിൽക്കുകയാണ് കുറേ നേരമായിട്ട്. അപ്പോൾ ഇവിടെ ലിഫ്റ്റിൽ സാധനങ്ങൾ പോകുന്നുണ്ട്, ഓരോ നിലയായിട്ട് ഇങ്ങനെ കാണാം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എയറിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഏറെ നാളത്തെ ക്യൂവിന് ശേഷം നമ്മൾ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ കയറാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. Okay, so welcome everyone to the future. You are now in 2071 in Hamid bin Rashid Space Center. My name is Alia. I'm the Space Shuttle Launching Supervisor. And today we will take you to our orbital space station, Hope, where you can start your first journey at the recruitment center. In few moments, our digital avatar Aya will give you a brief about the journey, so please pay attention to the screen. My name is Aya. I'm a digital resident of the Museum of the Future. Welcome to my home. Like everything you see here, I was envisioned by the Dubai Future Foundation and brought to life by storytellers, visionary technologists, and artists from around the world. 2071. The launch is about to start. Follow me. Thank you everyone. Please proceed to the space shuttle for boarding. ഓ, ഇവിടെ ലിഫ്റ്റ് നോക്ക്. ഞാൻ അതാ ലിഫ്റ്റ് വിചാരിച്ചിട്ട് സത്യം പറഞ്ഞു. ഞാൻ എൻ്റെ പിന്നെ حياكم الله في المخلوق الفضائي. സോ എല്ലാവരും ലിഫ്റ്റിൽ കയറുകയാണ്. എൻ്റെ കൂടെ ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? അവിടെ ഉണ്ട്. എഫക്റ്റ് മൊത്തത്തിലുള്ള വെളിച്ചം വന്ന് നമ്മൾ സ്പേസിലെത്തി. നമ്മളങ്ങ് സ്പേസിലെത്തി. തുറന്നു. എൻ്റെ പൊന്നേ, എൻ്റെ പൊന്നെ, ഇജാതി ഫേസ്. പക്ക ഒരു ഫേസ്, സ്പേസിലെത്തിയൊരു ഫീല്. As you will look at the screen over here, my friend Aya, who spoke to you, will explain all about our neighborhood. So please come closer and pay attention to our national representation of the orbital space station Hope. So as you come closer, you can gather around please to get a better view. Please come this way. So OSS Hope is a transportation, construction and manufacturing hub where we innovate technology. It is the year 2071 and when you look down on the screen here, Aya will explain all about the various projects that are happening in space right now in OSS Hope. So please pay attention to what she says. You can interact with fellow ambassadors like myself and explore OSS Hope and please do become part of our Pioneer project. Thank you. ഓക്കെ, ഇവിടെ ഓൾറെഡി കുറേ നേരത്തെ നമ്മുടെ ഓരോ ഇത് എന്താ പറയുക പ്ലാനറ്റ്സ് തിരിക്കാൻ പറ്റും. ഒരു സാറ്റർ എന്നൊക്കെ പറയാം. അത് പറഞ്ഞു അയാൾക്ക് We call this mechanical representation as monuments to the pioneers because we are dedicating this to the fallen astronauts and other animals who have gone to the space and practiced. ഇതെന്താ? സോ ഇവിടെ വന്നപ്പോൾ വേറൊരു സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടച്ചോൻക്കറിയാം. അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം, നമുക്ക് അങ്ങോട്ട് പോയിട്ട് എക്സ്പ്ലെയിൻ ആയിട്ട് നമുക്കത് കേട്ടിട്ട് വരാം. ഇത് മനസ്സിലാവുന്നില്ല. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. Energy from the sun, it comes to the solar panel. Then this energy is transferred to the lunar G emitters. From here, it's taken down to what they call the reflectors, right? അത് അനിമേഷനാ. ഇത് താത്താൻ പറ്റുമോ? Satellite. From the satellites, the clean energy will be distributed
distributed all across the globe. സാധനം പൊങ്ങും Which, and they finally go to the refiners which store that energy പൊങ്ങിയതാണോ? before it's finally supplied all across. അത് ആനിമേഷൻ അല്ലേ? So this അയ്യോ ones will energy is clean. ഞാൻ ഇത് ആനിമേഷൻ അല്ല. ഇതൊക്കെ ഇപ്പൊ തൊടാൻ പറ്റുന്നുണ്ട് ഈ സാധനം. Energy. They're generating a lot of energy. They're reaching up to 8%. ഇതൊക്കെ പോയി. But the one that will be receiving എവിടെ? is the one you see down there. So the rest is all gone. ഗൈസ് ഈ സാധനം രക്ഷയില്ല കേട്ടോ. ഞാൻ വെച്ചത് ഇങ്ങനെ ഡിസ്പ്ലേ പോലെ കാണിക്കാന്ന് വെച്ചത്. പക്ഷേ ഈ സാധനം ഇപ്പോൾ തൊടാൻ പറ്റും. That will be happening every 20 ഇങ്ങനെ തൊടാൻ പറ്റും. ഈ സാധനം മാറും. ഇനിയിപ്പോൾ നോക്കിക്കോട്ടോ ഈ സാധനം. ഞാൻ ചോദിച്ചത് ഒരു ഡിസ്പ്ലേ പോലെ നമുക്ക് തോന്നിക്കേ വിചാരിച്ചു, ഒരു ഹോളോഗ്രാം പോലെ. പോവാൻ നിൽക്കുക. ഇതാ പോന്ന് തീ പോയി. ഇനി അടുത്ത സാധനം മുന്തോ. ഇപ്പൊ എല്ലാം താന്നിട്ടുള്ളത് കേട്ടോ. ഇതൊരു രക്ഷയില്ല കേട്ടോ. ഇതൊക്കെ ഇപ്പൊ വേറെ സാധനം. ഇവിടെ വേറെ സാധനം അതേ പോന്ന്. ഇതിവിടെ ഇത് നൈസ് സാധനം കേട്ടോ. ഓക്കെ, ഈ കയ്യിൽ റിസ്പാൻഡ് ഇല്ല. ഇത് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാലാണ് ഇപ്പോൾ ഈ സംഭവം വന്നത്. അപ്പോൾ ഇത് സ്കാൻ ചെയ്ത് റൊട്ടേറ്റ് ആൻഡ് എക്സ്പ്ലോർ. ഈ സാധനം തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ തിരിയും. ഓരോ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ തിരിക്കുന്നതനുസരിച്ചിട്ട്. ഓക്കെ 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 ഓക്കെ. പക്ഷേ എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമായിട്ട്. നമുക്ക് ഇപ്പോൾ ഇത് ടച്ച് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അവിടെ വലിയ സാധനമുണ്ട് കണ്ടോ. അപ്പോൾ അത് പോയി, ആ സാധനം പോയി. Do you know what the working of this? Yeah, this is a kid's space suit. Okay. Space suit. The kids wear it when they are going to space. Oh, kids wear. So over there, Yeah. over there, exoskin. This skin, it is a project being made. Space. Yeah. സ്പേസിലെ സ്റ്റോൺ ആണ്. സ്പേസത്തെ കല്ല്. സ്പേസത്തെ കല്ല് കണ്ടില്ലെങ്കിൽ കണ്ടോളിയും. ഇതാണ് കല്ല്, അതിൻ്റെ ഡെമോ. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂമിൽ നിന്ന് നേരെ തിരിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലോട്ട് നമ്മൾ പോകണം. ഇവിടെ മൊത്തം ഇരുട്ടാണ്, അതുകൊണ്ടാണ് നമുക്ക് അധികം ലൈറ്റായിട്ട് സംഭവങ്ങളും കാണാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത് ഓരോ ഡിസ്പ്ലേസും കാര്യങ്ങളൊക്കെ. ഓക്കെ, റാഷ് ബ്രോ ഇതെന്താ സംഭവം ഞാൻ നോക്കട്ടെ. സോ ഇതിപ്പോൾ എന്താണ്, സ്കാൻ ക്ലിക്ക് അല്ലേ? ഓക്കെ, ഈ സാധനം അടിയിൽ നിന്ന് പൊന്തി വന്ന് ഓക്കെ. അയ്യോ ഞാൻ അങ്ങ് എയറിൽ സ്പേസിൽ നമുക്ക് ഇനി സാത്താനും കൂടെ എയർ സ്പേസിൽ കയറ്റണം. അപ്ലൈനോ കൊള്ളാമല്ലേ സാധനം. ഓൾറെഡി സ്പേസിൽ കയറിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് പിന്നെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരണം. നോക്ക്, ഈ സാധനം ഇങ്ങനെ പൊന്തി വന്ന് സാത്താനെ എയറിൽ കയറ്റാൻ പോവാണ്. അപ്ലൈ കൊടുത്ത് ഓക്കെ ഗൈസ്, സാത്താൻ സക്സസ്ഫുള്ളി എയറിൽ കയറിയിട്ടുണ്ട്. സാത്താൻ്റെ ഏതാ ചിരി. ദുബായ് വന്നത് മുതലേ എയറില്ല. അതെ, നമ്മൾ അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം. ഈ പുള്ളിക്കാരൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്പ്ലേ ഉള്ള ഹെമ്മേ നമ്മൾ നിൽക്കുന്ന ഒരു ഇതിൻ്റെതാണ് സൗണ്ട് എഫക്റ്റ്. നോക്ക്, സ്പീക്കേഴ്സ് നോക്ക്. ഇതിലോട്ട് കയറിക്കുകയാണെങ്കിൽ ഓക്കെ. ലിഫ്റ്റ് മൂവ് ചെയ്യണ്ടോ ഇല്ലെന്ന് പോലും അറിഞ്ഞുകൂടാ. ഇവിടെയാണോ? ഓക്കെ. നമ്മൾ അതിന് ഇറങ്ങി ബാക്കിൽ കൂടെയാണ് നമ്മൾ വന്നുള്ളത്. സോ നമ്മൾ അടുത്ത ഫ്ലോറിലോട്ട് എത്തി. നമ്മൾ ഓക്കെ.
second chapter will start in Heal Institute in level number 4. If you like to use the elevator, will be number 4 on the screen. Press 4. If you prefer the stairs, it will be 1 story down, 1 level down. Wish you enjoy the rest of the journey. Please remember that museum closed at 6 p.m. നോക്കി എൻ്റെ ഈ ഷർട്ട് എങ്ങനെയുണ്ട്? എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുന്ന ഈ ഷർട്ട് കൊള്ളാന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടില്ല. അവിടെ ഒരു ഫ്യൂച്ചർ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ താഴെ. എന്താ സംഭവം? ഹീൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹീൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചാപ്റ്റർ 2. ഓക്കെ, അടുത്ത സെറ്റ് ഓഫ് സാധനത്തിൽ കയറിയുണ്ട്. ഓ, ഫുൾ എയറിൽ. അതല്ലേ പറഞ്ഞു, നമ്മൾ 2071 ഇപ്പോൾ നമ്മൾ സ്പേസിൽ പോയി തിരിച്ചു വന്ന് വീണ്ടും നാട്ടിൽ ദുബായിൽ ഇറങ്ങി. ഓ, അങ്ങനെയാണല്ലോ ഇതിൻ്റെ വർക്ക്. 2071 എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഫ്യൂച്ചർ കാഴ്ചകളാണ് നമ്മളിതിൽ കാണാൻ പോകുന്നത്. സോ പ്ലീസ് വെയിറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നല്ല അനുസരണമുള്ള സോ ഇത് ഒരു റൂമിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. Chapter of your journey. You are standing at the entrance of the Heal Institute. At Heal, we are working to repair the Earth's natural ecosystems with the help of artificial intelligence and do something about it. Today, you will help to heal one of our planet's natural treasures and discover the invisible contribution it makes to our world. Recreation of the Amazon rainforest. Thank you. Oh, എൻ്റെ പൊന്നെ. ഓ, ആമസോൺ റെയിൻ ഫോറസ്റ്റിൻ്റെ റീക്രിയേഷൻ നമ്മൾ ഫ്യൂച്ചറിൽ മാറ്റിയെടുക്കാൻ പോകുന്ന. ഓഹ്, വാ, സമയമില്ല, വേഗം പോവാം. ഇതെന്തുവാ അത്? ഇതെന്തുവാ? എൻ്റെ പൊന്നെ. റാഷ് ബ്രോ, ഞെട്ട റെഡിയാക്കോ. ഇതെന്തുവാ ഇത്? എൻ്റെ പൊന്നെ, ഇതെന്തുവാ ഇത്? ഉഫ്, നോക്ക് ഗൈസ്, സിനിമയിലൊക്കെ കാണാം ഇതേപോലത്തെ ഓരോ സാധനങ്ങൾ, ഇങ്ങനത്തെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ. എൻ്റെ പൊന്നെ, ഇതെന്തുവാ ഇത്? പെട്ടെന്ന് ഇതിനുള്ളിൽ കയറിയപ്പോൾ എന്തോ ഒരു ഇത്. നോക്ക്, റൂം മൊത്തം ഫുള്ള് കംപ്ലീറ്റ് ഈ സാധനം. 2400 സ്പീഷീസിന്റെ DNA സ്പെസിമെൻസ് ആണ് ഇവിടെ ഉള്ളത്. 2400 സ്പീഷീസ്, അതായത് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഉള്ള 2400 സ്പീഷീസിന്റെ DNA എടുത്ത് വെച്ചിട്ടുണ്ട്. ഡിഫറെന്റ് സ്പീഷീസ് ആണ് ഇതെല്ലാം. എല്ലാം സെയിം അല്ല. 2400 സ്പീഷീസ് ആണ്. പ്ലാന്റ്സ് തൊട്ട് അനിമൽസ് തൊട്ട് ഇൻസെക്ട്സ് വരെയുള്ള സകല ഐറ്റംസും ഉണ്ട്. ഇൻ കേസ് നാളെ വീണ്ടും വേൾഡിനെ റീക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ റീക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഓ, ബാക്കപ്പ് പോലെ. ഇത് ഒറിജിനൽ അത്രേ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഷോ പീസ് പോലെ അങ്ങനെ വിചാരിച്ചു. ഞാൻ വിചാരിച്ചത് ഇത് ഓരോന്നും 1 by 1 ആയിട്ട് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ വിചാരിച്ചു. പക്ഷെ ഇത് അപ്പോൾ ഈ ഒരു കാഴ്ചകൾ കണ്ട് കിളി പോയി നിൽക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് അടുത്ത ഇതിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇവിടെയും ആമസോൺ റെയിൻ ഫോറസ്റ്റിൻ്റെ അങ്ങനെ എന്തൊക്കെയോ കാഴ്ചകളും ആ ഒരു ഫീൽ വരുന്ന എന്തൊക്കെയോ സാധനങ്ങൾ മറ്റേതിൻ്റെ കണ്ടിട്ടുള്ള. ഓക്കെ, ഇത് കഴിഞ്ഞ് ഇനി അടുത്ത സെക്ഷനിലോട്ട് കിടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ആയിട്ടുള്ള ഇതൊക്കെ, ഇത് ഡിസ്പ്ലേ ആയിട്ട് നോക്ക്. ഗ്ലാസ് ഡിസ്പ്ലേ ആയിട്ട് ഇത് നോക്ക്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ഡിസ്പ്ലേ. സോ നമുക്ക് ഇച്ചിരി ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് അധികം പോസ്റ്റാക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ സംഭവങ്ങളും ഒക്കെ ആയിട്ട് ഇതൊക്കെ ഓരോ അയ്യോ എന്തൊക്കെയാണ് പറയേണ്ട അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഡിസ്കോ. സോ
വല്ല നമ്മൾ ഈ PC ഗെയിംസൊക്കെ കണ്ടിട്ടുണ്ടാവും. PC ഗെയിംസ് കളിക്കുമ്പോഴും ഇതേപോലത്തെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗെയിംസൊക്കെ കളിക്കുമ്പോഴൊക്കെ ഇതേപോലത്തെ ഓരോന്നൊക്കെ കാണാം. ഇതേപോലത്തെ ഓരോ സംഭവങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അവിടുന്ന് അടുത്ത സെറ്റ് ഓഫ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒന്നോ ഇതൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫ്ലോർ കേട്ടോ. ഹാർഡ് എന്നല്ല, ടൈൽസ് ഒന്നുമല്ല. അതായത് ചവിട്ടിങ്ങനെ അമർന്ന് പോകുന്ന താന്നു പോകുന്ന ചളിയിലൊക്കെ ചവിട്ടുമ്പോൾ ഇങ്ങനെ താന്നൂല്ലേ, അതേപോലത്തെ ഒരു ഫീൽ കിട്ടുന്ന ഒരിതാണ്. എന്തുണ്ട് ഈകളെ? എന്ത് പറയും? അയ്യോ, ആ മണം വന്ന്, നല്ല മണം. ഹായ്, വരുന്നുണ്ട്. നല്ല മണല്ലേ? കഴിഞ്ഞു. സോ ഈ സാധനത്തിനുള്ളിൽ നമ്മളിങ്ങനെ ആക്കുമ്പോഴാണെങ്കിൽ സൗണ്ട് വേവ് വെച്ചിട്ട് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അധികം എവിടെ നിൽക്കുന്നില്ല, വേഗം കണ്ടു തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സാവുമല്ലോ വെച്ചിട്ട് നമ്മൾ വേഗം കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. ഇവിടെ എന്തൊക്കെ ആൾക്കാർ കിടന്നുറങ്ങുന്നൊക്കെ ഒന്നുണ്ട്. എന്ത് പറയും, നോക്ക് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഇന്ന് ഫോണൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതെന്ത് തേങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു തേങ്ങ അറിഞ്ഞൂടാ. ഓക്കെ, നമ്മളും നമ്മളിവിടെ കിടന്ന് എന്തിനാ കിടന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. അവർ കിടക്കണം, പോവാ പിന്നെ അവിടെ ടൈം. സോ നമുക്ക് അവരൊക്കെ കിടക്കണോണ്ട് കിടന്നാണ്, പക്ഷെ ഒരു പറയും കണ്ടില്ല. ചിലപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നുണ്ടാവും. നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഇത് ഇങ്ങനെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ഓരോ സംഭവങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലാ ഭാഷയിലുള്ള ഓരോ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഫ്യൂച്ചർ എന്ന് എഴുതിയിട്ടുണ്ട്, ഫോർ ദ ഫ്യൂച്ചർ, ദുബായ് ഫോർ ദ ഫ്യൂച്ചർ എന്നാണ്. സോ ഇനി നമ്മൾ അടുത്ത ഫ്ലോറിലോട്ട് എത്തിയിരിക്കുകയാണ്. ഓരോ ഫ്ലോർ ബൈ ഫ്ലോർ ആയിട്ട് നമ്മൾ ധൃതി പിടിച്ചാണ് സംഭവം കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്ക് ഗൈസ്, അവിടുന്നൊരു ഇങ്ങനെ ഇത് കണ്ടോ. ഓക്കെ, നമുക്ക് സമയമല്ല, വേഗം ഇറങ്ങണം, വേഗം പോകണം. ഇത്രയും വലുതായിരിക്കുമെന്ന് ഞാൻ ഔട്ട് സൈഡിൽ നിന്ന് കണ്ടപ്പോഴേ കാരണം നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പോലെ തോന്നുള്ളൂ. 7 ഫ്ലോർ, എൻ്റെ പൊന്നു, എങ്ങനെ ഉണ്ടാക്കിയമാരൊക്കെ തല. പില്ലേഴ്സ് ഇല്ല, കോർണേഴ്സ് ഇല്ല. ഏറ്റവും വലിയ സത്യം. ഇതെന്തായാലും ഗൈസ് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള സംഭവമാണ്. ദുബായ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ടുമോറോ ടുഡേ എന്നാണ് ഈ ഫ്ലോറിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഇപ്പോൾ തന്നെ അവർ കാണിച്ചിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം എന്തൊക്കെയോ എന്തൊക്കെയോ സാധനമുണ്ട്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഓഡിയുടെ കാറല്ലേ, ഇത് ഓഡിയുടെ ഈട്രോൺ. ഈ വണ്ടി ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, വീഡിയോയിൽ എന്തോ കണ്ടിട്ടുണ്ടോ? GTA ആണോ? കൺസെപ്റ്റ് കാർസിൽ കാണിക്കുന്ന കാറാണ്. കൺസെപ്റ്റ് കാർസ് അങ്ങനത്തെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? സൈക്കിളോടെ മറ്റേ ഓട്ടമുള്ള സൈക്കിള്, മറ്റേ റിമ്മില്ലാത്ത സൈക്കിള്. ടയറിനാണോ? ആ ടയറിന് എത്ര ഉറുപ്പ്യ ഉണ്ടാവൂലേ? ഇവിടെ ഇതുണ്ടോ, സ്പേസ് ഷിപ്പ് അങ്ങനത്തെ എന്തെങ്കിലും പോകും. ഇതെന്താ സാധനം അറിയാം റഷ്പോ? ഈ സാധനം എന്താണെന്നറിയോ? അല്ല, നമ്മൾ ഈ സാധനം പറഞ്ഞു.
ഡ്രോൺ. അത് മുകളിൽ നിന്നുള്ള രസമുള്ള ഈ സാധനം. അപ്പോൾ ഇനി ഇവിടെ എന്താ നമ്മൾ കുറെ മൂവീസിലെല്ലാം കാണലില്ലേ, അതായത് റോഡിൽ പോകുന്ന കാറല്ല എയറിൽ പോകുന്ന കാർ, അങ്ങനത്തെ സാധനമല്ലേ വോക്സ് വാഗൻ ഗ്രൂപ്പിൻ്റെ. ഇതെന്താ സംഭവം? ഇത് മീൻസ് സ്പേസ് ഫ്യൂച്ചറിൽ ഡെലിവറി ചെയ്യുന്ന സംഭവമാണ്. ഈ സാധനം വെച്ചിട്ടായിരിക്കും ഓരോ ഡെലിവറി. ഓക്കെ, ഇത് മറ്റേ ഡ്രോൺ. ഇതെന്ത് ഡ്രോണാണ്? ഇതെന്താ പ്രത്യേകതയുള്ള ഡ്രോണ്? പാരറ്റ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഡ്രോൺസ് കറന്റ് യൂസ്ഡ് മെനി ഗവൺമെന്റ്സ് അക്രോസ് ദി വേൾഡ്. 130 meter and can also people moving up to 2 kilometer daylight 150 meter height. ഇത് കാസ്ട്രോ വാങ്ങുന്നതായിരിക്കും. ഇത് ഫ്യൂച്ചറല്ല, ഇപ്പോൾ ഓൾറെഡി ഗവൺമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ കംപ്ലീറ്റ്ലി ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ ലൈഫ്. പക്ഷേ അത് ഓൾറെഡി അവിടെ ഉണ്ടല്ലോ 3D പ്രിന്റ് ചെയ്തിട്ടുള്ള ഓർഗൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ എൻ്റെ ചെവി അറുത്ത് പോയെങ്കിൽ നമുക്ക് പകരം ചെവി വെച്ചാലോ. അയ്യോ, അപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് എന്തൊക്കെയോ സാധനങ്ങൾ, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ ടൈം പോവും. ഞാൻ ജസ്റ്റ് എന്തായി കാണിക്കാൻ, കാരണം ടൈമില്ല. പിന്നെ ഇതെന്താ? ഇതാണോ 3D പ്രിന്റഡ് ഓർഗൻ ടിഷ്യൂസ് ഷാഫോൾഡ്സ്. 3D പ്രിന്റ് ചെയ്തിട്ടുള്ള മൂക്ക് കാണുന്നത്. ഇൻജേർഡ് ഓർ ഡിസീസ് ടിഷ്യൂ ഇൻ പേഷ്യൻസ് ഇൻ ഫ്യൂച്ചർ. ഇത് കംപ്ലീറ്റ് മെറ്റൽ. ഇതൊക്കെ കാണണല്ലേ. Hack our bodies. What will it feel like when 10 years from now the technology is working on abilities mind and body's research. ആ ബോഡിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും സാരം ഈ സാധനം വെച്ചിട്ട്. ഇതാണ് സാധനം, ഒരു സ്യൂട്ട്. ഈ സ്യൂട്ടിൻ്റെയൊക്കെ വില ചിലപ്പോൾ കോടികളായിരിക്കും, മില്യൺസ് ഓഫ് മില്യൺസ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് അടുത്ത സെറ്റ് ഓഫ് സ്ഥലത്തോട്ട് പോവാം. പിന്നെന്താ ചെയ്യുന്നത്? സ്കാൻ ചെയ്യാനാണല്ലേ ഇതിൻ്റെ ക്യാമറ? ഇവിടെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ. പിന്നെ 2 ഫ്ലോറും കൂടെ ഉണ്ട് നമുക്ക് മിസ്സായിട്ടുള്ളത്. ഒന്ന് പ്രൈവറ്റ് ഫ്ലോറാണ്, 6th ഫ്ലോറ്. സെക്കൻഡ് ഒന്ന് 7th ഫ്ലോറ്. അത് ഞങ്ങൾ കാണാൻ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് മറ്റേ എന്താ പറയുക, ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതിനുള്ള ഫ്ലോറാണ്. അപ്പോൾ എനിക്കൊന്ന് ഇവിടെ എന്തെങ്കിലും ഇവൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ബുക്ക് ചെയ്തെടുക്കാൻ ഉള്ളതാണെന്നാണ് ഏറ്റവും ടോപ്പത്തെ ഫ്ലോറ്. അതിപ്പോൾ കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ 6th ഫ്ലോർ എന്ന പ്രൈവറ്റ് ആയിട്ടുള്ള ഫ്ലോറാണ്. എന്തെങ്കിലും മേ ബി എന്തെല്ലാമായിരിക്കും. അപ്പോൾ ഇത്രയും നമ്മൾ കണ്ട കാഴ്ചയിലായിരുന്നു ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം. ഞാൻ ഇപ്പോഴേ പറയാം, ഇത് ദുബായിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം. കാരണം ഇത് എന്താ പറയുക, വീഡിയോയിൽ കാണുന്ന ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കിട്ടില്ല. നേരിട്ട് കാണുന്ന എഫക്റ്റ് ഒരിക്കലും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കിട്ടില്ല. എന്താ കണ്ടില്ലേ, ഇത് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ആ ഒരു ഇതില്ലേ, നമ്മൾ ആ ലിഫ്റ്റ് കയറിയിട്ട് ആ കയറി വരുമ്പോഴുള്ള ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇത് തന്നെ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ കണ്ണ് കിളി മാറിപ്പോകുന്ന എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ദുബായിൽ വരുമ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സ്ലോട്ടും നല്ല ബുക്കിങ്ങൊക്കെ നല്ല തിരക്കാണ്. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് സ്ലോട്ട് കിട്ടിയ തന്നെ. അത് ഇനിയും കൂടുന്നുണ്ടാവും. ഞാൻ ഓരോരുത്തർ കണ്ടറിഞ്ഞാൽ എന്താ പറയുക, അത് വേറെ ലെവൽ സംഭവം കേട്ടോ. അത് സത്യം പറഞ്ഞാൽ വിചാരിച്ചത് ഒരു ഷോ പീസ് പോലെ വെച്ചിരിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് എന്തെങ്കിലും ഇഷ്യൂ വന്ന് എന്തെങ്കിലും എക്സ്റ്റിൻ ടൈം പോവുകയാണെങ്കിൽ പക്കായിട്ട് റീക്രിയേറ്റ് ചെയ്യാനുള്ള ഫുൾ സിസ്റ്റം അവർ റെഡിയാണ്. 98% മാച്ചിങ്. ഒന്നും പറയില്ല, അടിപൊളി പ്ലേസ്, വേറെ ലെവലിൽ. ഗുർജുന ടോപ്പിൽ പോയത് ഏകദേശം സെയിം റേറ്റ്. അതാ അത് വെച്ച് പറയുമ്പോൾ ഒരു അതിനേക്കാളും വർത്തായിട്ടുള്ള സംഭവമാണ്. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുക ഈ സംഭവം. അപ്പോൾ ഇത്ര ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടിപൊളി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഇനി ഒരുപാട് സ്കൈ ഡൈവിങ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ദിസ് കാസ്റ്റ് ഓഫ് ടേക്ക് കെയർ, ബൈ ബൈ.